my dear students, welcome to Teacher at Home. Today class we are going to learn the 7th chapter, that is the genetics of the future. അപ്പോൾ ഇതിൽ എന്താ പറയുന്നത്? Once it is taking a seminar on health. The insulin used for the treatment of diabetes is produced mainly from bacteria. അപ്പോൾ ഡയബറ്റീസിന് ഉപയോഗിക്കുന്ന ഇൻസുലിൻ എവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിച്ചത്? ബാക്ടീരിയയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിച്ചത് അല്ലേ? So here one boy is having doubt how the insulin produce അല്ലെ, ബാക്ടീരിയയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത ഇൻസുലിൻ എങ്ങനെയാ മനുഷ്യന്മാർക്ക് ഉപകരിക്കുക എന്നുള്ളത്. Observe the illustration. On the various stages in the production of bacteria that are capable of producing insulin based on the indicators. See here this is a human cell അല്ലെ, ആ സെല്ലിൽ എന്താ പ്രസന്റ് ചെയ്യുക? DNA പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ബാക്ടീരിയയിലോ DNA of the bacterium അല്ലെ, ബാക്ടീരിയത്തിന്റെ DNAയും അതിൽ പ്രസന്റ് ആണ്. പിന്നെ cutting of insulin gene. അപ്പോൾ ഇൻസുലിൻ ജീനിൽ ആക്ട് ചെയ്യുമ്പോൾ it will cut, joining insulin gene with plasmid. എന്നിട്ട് അതിനെ ജോയിൻ ചെയ്യുക. ഏത് ഉപയോഗിച്ച്? പ്ലാസ്മിഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. Plasmid with ligated insulin gene is inserted in this insulin gene. It is been inserted in the bacteria cell. Bacteria that multiply in culture medium produce what? Inactive insulin. Active insulin is produced from this. അപ്പോൾ ഹ്യൂമൻ സെല്ലും ഉണ്ട്, ബാക്ടീരിയ ഉണ്ട് അല്ലെ. അതിൽ ഹ്യൂമൻ DNA, പിന്നെ DNA ഫ്രം ദ ബാക്ടീരിയ. കട്ടിംഗ് ഓഫ് ഇൻസുലിൻ ജീൻ. പിന്നെ ഇവിടെയോ സർക്കുലർ DNA ഓഫ് ദ ബാക്ടീരിയം. സർക്കുലർ DNA നമ്മൾ എന്ത് പറയും? പ്ലാസ്മിഡ് എന്ന് പറയും. ഐസൊലേഷൻ ഓഫ് പ്ലാസ്മിഡ് ഒക്കർ ചെയ്യും. പിന്നെയോ ജോയിനിങ് ഇൻസുലിൻ ജീൻ. ഈ ഇൻസുലിൻ ജീന് ഇത് ഏതുമായിട്ട് കമ്പൈൻ ചെയ്യും? പ്ലാസ്മിഡ് ആയിട്ട് കമ്പൈൻ ചെയ്യും. പിന്നെ പ്ലാസ്മിഡ് ഇസ് ലൈഗേറ്റഡ് വിത്ത് ദ ബാക്ടീരിയ സെല്ല്. പിന്നെന്താണ്? മൾട്ടിപ്ലൈ ഇൻ ദ കൾച്ചർ മീഡിയം. Inactive ആയിട്ടുള്ള ഇൻസുലിൻ becomes active. Genetic engineering. Science has progressed in such a way that it can produce organism with the desirable qualities by bringing about change in the genetic material. Use of microorganism and biological process various human requests. It is known as biotechnology. അപ്പോൾ ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോ ഓർഗാനിസത്തിനെയും വേരിയസ് ബയോളജിക്കൽ പ്രോസസ്സിനെയും നമ്മൾ യൂസ് ചെയ്യുക അല്ലെ. എന്തിനാണ്? as a for genetic material desired quality ഉള്ള genetic material പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. 4000 വർഷം മുമ്പ് തന്നെ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുന്ന? ഈസ്റ്റ്. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഫംഗസ് അല്ലെ, യൂസ് ടു പ്രിപ്പയർ ഫുഡ് ഐറ്റംസ് ലൈക്ക് ബ്രെഡും അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഈസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗസ്, കൈൻഡ് ഓഫ് ഫംഗസ് ആണ്. എബിലിറ്റി ഓഫ് ഫംഗയും ബാക്ടീരിയ ടു കൺവേർട്ട് sugar into alcohol was utilized to make wine, appam and cake. Today we can produce things essential for humans by bringing about. അപ്പോൾ ഇന്ന് നമുക്ക് പലതരം വസ്തുക്കൾ ഉണ്ടാക്കാം അല്ലെ, to bring about change in the genetic material. ഓരോ ഓർഗാനിസത്തിന്റെയും ജനറ്റിക് മെറ്റീരിയലിൽ മാറ്റം ഉണ്ടാക്കിയിട്ട് പുതിയത് ഉണ്ടാക്കാൻ പറ്റും. You can be all familiar with the idea that is analyzed for the production അല്ലെ. ഇൻസുലിന്റെ പ്രൊഡക്ഷൻ നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ. കൺട്രോളിംഗ് ട്രേറ്റ്സ് ഓഫ് ഓർഗാനിസം ബൈ ബ്രിങ്ങിങ് അബൌട്ട്. അതായത് ഓരോ ഓർഗാനിസം കൊണ്ടുവന്ന് അതിന്റെ ട്രേറ്റ്സിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ട് we can bring genetic constitution of that organism. Enzymes are used to cut and join. എൻസൈംസിന്റെ മെയിൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്യുക അല്ലെ. ജോയിൻസ്, ജീൻസിനെ കട്ട് ചെയ്യലും ജോയിൻ ചെയ്യിപ്പിക്കലുമാണ് എൻസൈംസിന്റെ ഡ്യൂട്ടി. എൻസൈം ഏത് എൻസൈം ആണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഇറ്റ് ഈസ് യൂസ് ടു കട്ട് ജീൻസ്. അപ്പൊ അതിന് എന്താ പറയാ? ജനറ്റിക് സിസേഴ്സ് എന്ന് പറയും. എൻസൈം ലൈഗേസ് ഈസ് യൂസ്ഡ് ഫോർ ജോയിനിങ്. അപ്പൊ ജനറ്റിക് ഗ്ലൂ. അപ്പൊ നമുക്ക് ഇവിടെ രണ്ടു തരം എൻസൈംസിനെ കണ്ടു അല്ലെ. എൻസൈംസ് എന്തിനു വേണ്ടിയിട്ടാണ്? കട്ട് ചെയ്യാനും ജോയിൻ ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പൊ കട്ട് ചെയ്യണതിനെയാണ് നമ്മൾ എന്ത് പറയാ? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയാ. അതിനെ എൻസൈം സിസേഴ്സ് എന്ന് പറയും. പിന്നെ ജോയിൻ ചെയ്യണതിനെ ദാറ്റ് ഈസ് ലൈഗേസ് എന്ന് പറയും. അതിനെയോ ജനറ്റിക് ഗ്ലൂ എന്ന് പറയും. ഹൗ വാസ് ദ ഇൻസുലിൻ പ്രൊഡ്യൂസിംഗ് ജീൻ ഓഫ് ഹ്യൂമൻസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ ബാക്ടീരിയ? എ ജീൻ ഫ്രം വൺ സെൽ അല്ലെ, ഒരു വൺ സെൽ ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു അനദർ സെൽ ബൈ സ്യൂട്ടബിൾ വെക്ടേഴ്സ്. അപ്പോൾ ജീൻ ഫ്രം ഒരു സെല്ലിൽ നിന്നുള്ള ജീന് മറ്റേ സെല്ലിലേക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാണ് ബൈ ത്രൂ വെക്ടേഴ്സ്. Vectors which contain ligated genes enter target cells അല്ലെ. വെക്ടേഴ്സിൽ എന്തുണ്ട്? ലൈഗേറ്റഡ് ജീൻസ് ഉണ്ട്. അതെങ്ങനെയാണ്? ടാർഗറ്റ് സെല്ലിലേക്ക് റീച്ച് ചെയ്യും. പ്ലാസ്മിഡ്സ് ഇൻ ബാക്ടീരിയ ആർ ജനറലി യൂസ്ഡ് ആസ് വെക്ടേഴ്സ്. അപ്പൊ ബാക്ടീരിയയിലുള്ള ഈ പ്ലാസ്മിഡ്സ് ആണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുക? വെക്ടേഴ്സ് ആയിട്ട് ഉപയോഗിക്കുക. ന്യൂ ജീൻസ് ബിക്കം എ പാർട്ട് ഓഫ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ടാർഗറ്റ് സെൽസ്.
The process in genetic engineering has influenced various sectors. Gene therapy, genetic modified animals and crops, forensic. Gene therapy use genetically modified animals, plants, crops use forensic test. Gene therapy. Genetic engineering has made a great leap in the treatment. Genetic disease treat pala gene therapy, it is a method of treatment in which the genes that are responsible for gene therapy എന്ന് പറയുന്നത് ഒരു മെത്തേഡ് ആണ്. അതിലൂടെ നമ്മൾ എന്താ ചെയ്യാം, that are responsible for diseases are removed. അതായത് genes that are responsible for certain genes will be responsible for certain diseases, so they are removed and normal function genes are inserted. This has triggered great hope in the control of genetic diseases. അപ്പോൾ ജീൻ തെറാപ്പി എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്. എന്താണ്, പലതരം ജനറ്റിക് ഡിസീസസ് ഒക്കർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടും ആ ജീൻസിനൊക്കെ ഒന്ന് നോർമൽ ആക്കുക, അല്ലെ? ആ ഡിസ്ഫിഗർ ആയിട്ടുള്ള ഡിസോർഡർ ആയിട്ടുള്ള ജീൻസിനെ മാറ്റിയിട്ട് നോർമൽ ജീൻസ്, ഫങ്ഷണൽ ജീൻസിനെ ആ പ്ലേസിൽ ഇൻസേർട്ട് ചെയ്യാം. That is of a great hope in genetic diseases. Analyze the description. That is Human Genome Project. Even though science has progressed a lot, we could not control genetic diseases. We are not able to exert gene. അപ്പോൾ സയൻസ് കണ്ടമാനം വളർന്നിരിക്കണമെങ്കിലും എല്ലാ ജീൻസിനെയും ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം ഏത് ജീൻസ് ആണ് ഇപ്പോൾ many large amount of genes are present in the human body. So which gene it is responsible for that diseases cannot be identified. Trait and its location was started as an attempt to solve this issue. The technology it is known as അങ്ങനെയുള്ള ടെക്നോളജീനെ നമ്മൾ എന്താ പറയുക, ജീൻ മാപ്പിംഗ് എന്ന് പറയും, അല്ലേ? What is its main purpose? To identify the location of the gene in the DNA responsible for the particular trait. Genetic material present in the organism അതിനെ എന്താ പറയുക, ജീനോം എന്ന് പറയും, അല്ലേ? In the human DNA, majority of genes except the genes code for non-functional. അപ്പോൾ അതിനെയാണ് എന്താ പറയുക, ജങ്ക് ജീൻസ് എന്ന് പറയുക. Next we are talking about the genetically modified, that is human genome. It has about 24,000 functional genes. Major share of human data includes junk genes. 0.2% DNA it is among humans. Then genetically modified animals and crops. Many protein can be used for the treatment, അല്ലേ? അപ്പോൾ എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യണത് ഈ പ്രോട്ടീൻസ് ആണ്. ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ്, അല്ലേ? ഡിസീസസ് ട്രീറ്റ് ചെയ്യാൻ പ്രോട്ടീൻസ് യൂസ് ചെയ്യും. ആൻഡ് അത് എങ്ങനെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത്, ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴിയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഓരോ ഡിസീസിനും ഇപ്പൊ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്, എന്താ, വൈറൽ ഡിസീസ്, ഡയബറ്റീസ്, പെയിൻ, ഗ്രോത്ത് ഡിസോർഡർ, ഇതൊക്കെയാണ് ഡിസോർഡർ മീൻസ് ഡിസീസ് ഓർ ഡിസോർഡേഴ്സ്. സോ ദ പ്രോട്ടീൻ വി ആർ യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ്. ഏതൊക്കെ പ്രോട്ടീൻസ് ആണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്? ഇന്റർഫെറോൺസ്, ഇൻസുലിൻ, എൻഡോർഫിൻ, ദെൻ സൊമാറ്റോട്രോപിൻ, ഇതൊക്കെയാണ് നമ്മൾ പ്രോട്ടീൻസ് യൂസ് ചെയ്യണത്. ഇന്റർഫെറോൺസ് ഏതിനാ, വൈറൽ ഡിസീസിന്. ഇൻസുലിൻ ഇറ്റ് ഈസ് ഫോർ ഡയബറ്റീസ്. എൻഡോർഫിൻ that is for pain. Somatotropin it is a growth hormone. Possible through the insertion of gene that code for desirable characters. അപ്പോൾ ചില ജീൻസ് ആണ് ചില ക്യാരക്ടേഴ്സിലേക്ക് കോഡ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ജീൻസ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യും. One of the future promises it is farm animals. Genes responsible for the production of insulin and growth hormone required for humans, they are inserted into the animals. അപ്പോൾ ഇൻസുലിനിൽ ആവശ്യമായ റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിനും ഗ്രോത്ത് ഹോർമോണും നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? കൗ, പിഗ്, അല്ലേ? അതൊക്കെയാണ് നമ്മൾ ഈ ഫാം അനിമൽസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യണത്. There are certain limitations in producing insulin using bacteria. The most important hurdle in this field is culturing of bacteria. അപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളത് എന്ന് പറയുന്നത് എന്താണ്? ബാക്ടീരിയ കൾച്ചർ ചെയ്യലാണ്, അല്ലേ? Show that instead of this medicine can be extracted from the blood or milk of genetically modified element. Blood അല്ലെങ്കിൽ മിൽക്ക് ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ആനിമൽസിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ആനിമൽസിൽ നിന്നാണ് നമ്മൾ ഈ പ്രോട്ടീൻ സോഴ്സ് എന്തിനൊക്കെ പല ഡിസീസും ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ജനറ്റിക് മോഡിഫിക്കേഷൻ ഇറ്റ് ഈസ് ഇംപ്ലിമെന്റ് നോട്ട് ഓൺലി ഇൻ ആനിമൽസ്, അല്ലെ? ആനിമൽസിൽ മാത്രമല്ല പ്ലാന്റ്സിലും നമ്മൾ ഇത് ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാ അത്? റെസിസ്റ്റന്റ് ബെങ്കാൾസ്, BT ബ്രിഞ്ചാൾ എന്ന് കേട്ടിട്ടില്ലേ? ബാസിലസ് തുറിഞ്ചിനസിസ് ബ്രിഞ്ചാൾ, സോയാബീൻ, കോട്ടൺ, മെയ്സ്, ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. When genetic modification it is carried out in organism,
It should be ensured that there are no harmful consequences to human nature. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓർഗാനിസത്തിൽ ഇത് ക്യാരി ചെയ്യുമ്പോൾ എന്താണ് മനുഷ്യർക്ക് അല്ലേ ഇത് യാതൊരു വിധത്തിലും ഹാനികരണം ചെയ്യില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. Today, genetic engineering can edit the genes. Genetic constitution of organisms just as editing an essay. അല്ലേ essay എങ്ങനെയാണോ എഡിറ്റ് ചെയ്യണം അതുപോലെ തന്നെ ജനറ്റിക് എഞ്ചിനീയറിംഗും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. മോസ്റ്റ് മോഡേൺ എന്ന് പറയുന്നത് ഏതാണ്? CRISPR Cas9 is the most effective genetic scissors used for this. ഇതിൽ എന്താ ഉള്ളത്? Cas9 gene and a guide RNA. Lost child, it is found after years, identified through DNA testing. But what is the purpose of it and how it is used? DNA fingerprinting, the technology of testing the arrangement of nucleotides. അല്ലേ എന്താണ് DNA-യിൽ ന്യൂക്ലിയോടൈഡ് അറേഞ്ച്മെന്റ് ഉണ്ട്. അപ്പോൾ ആ ഇത് കണ്ടുപിടിച്ചിട്ട് certain experiment conducted by a scientist named Ali Jeffries paved the way for DNA testing. Just like the difference in the fingerprint of each person. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഫിംഗർ ഡിഫറെന്റ് ആയ പോലെ തന്നെ എന്താണ് DNA arrangement of nucleotides is also different for it vary among all and it is helpful in DNA testing. This technology it is called a DNA fingerprinting. Arrangement of nucleotide among close relatives, it will be having similarities. അപ്പോൾ collected sample അല്ലേ at the collected from the scene of crime, suspect 1, 2, 3, that is samples. Many samples are being taken. അപ്പോൾ എന്താണ് ആ DNA samples hereditary charactersഉം real parents and also suspectsനും ആയിട്ടും similarity കാണിക്കാറുണ്ട്. DNA of the skin, hair, nail, blood and other body fluids obtained from the place. They are being compared with this from among the suspended person through this method. Now we have talked about the junk genes. After that we can take that is human genome. It is having 24,000 functional genes and majority of it is that is major share it is included in the junk genes. 2% it is only found in DNA among humans. Genetically modified animals and crops. We had seen that the protein required for certain proteins are taken for the treatment of certain diseases. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഡിസീസ്? വൈറൽ ഡിസീസിന് നമ്മൾ എടുക്കുന്ന പ്രോട്ടീൻ ഇന്റർഫെറോൺസ്, for diabetes insulin, for pain causing endorphin, then for disease like growth disorder somatotrophin. Genetic engineering proposed a lot from biotechnology. Genetic modification in organisms can be implemented more effectively. How can it be implemented? എങ്ങനെ implement ചെയ്യാൻ പറ്റുക? Gene that code for desirable character into genetic constitution. അല്ലേ ഏതൊക്കെ ജീനാണ് അത് സ്പെസിഫൈഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് genetic characters into genetic constitution of an organism. On the future promises of genetic engineering ഏതിലേക്കാണ് farm animalsൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാറുണ്ട്. ജീൻസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ അല്ലേ എന്തൊക്കെയാണ് നമ്മൾ ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിനും ഗ്രോത്ത് ഹോർമോൺസും നമ്മൾ അനിമൽസിൽ നിന്നാണ് ഇൻസേർട്ട് ചെയ്ത് എടുത്തത്. ഏതൊക്കെ അനിമൽസ് ആണ്? കൗ, പിഗ് ഇതിൽ നിന്നൊക്കെയാണ് എടുത്തത് അല്ലേ ട്രാൻസ്ഫോമിംഗ് ദം ഇൻ ടു farm animals. There are certain limitations in producing insulin using bacteria. അതായത് ഇതാണ് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ എങ്ങനെ യൂസിങ് ബാക്ടീരിയ ഉപയോഗിച്ച് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ചെറിയ ലിമിറ്റേഷൻ ഉണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹർഡിൽ ഇൻ ദിസ് ഫീൽഡ് ഇസ് ദ കൾച്ചറിംഗ് ഓഫ് ബാക്ടീരിയ. ഇൻസ്റ്റെഡ് ഓഫ് ദിസ് മെഡിസിൻ ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ബ്ലഡ് ഓഫ് മിൽക്ക് ഓർ ജനറ്റിക്കലി മോഡിഫൈഡ് അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള അനിമൽസിൽ നിന്ന് നമുക്ക് ബ്ലഡോ അല്ലെങ്കിൽ മെഡിസിൻസോ ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും. ജനറ്റിക് മോഡിഫിക്കേഷൻ അനിമൽസിന് മാത്രമല്ല പ്ലാന്റ്സിലും നമ്മൾ ഇമ്പാർട്ട് ചെയ്യേണ്ടത്. ഏതിനെയാണ്? One such example is Bacillus thuringiensis, that is BT brinjala, soybean, cotton, maize, etc. are common. When genetic modification it is carried out in an organism, it should be ensured that there are no harmful consequences to humans or nature. Okay. Lost child, it is found after many years. It is identified through the DNA testing. See what all will be present in the DNA. The nucleotides will be present which showing the same characters as the parents or of the relatives. DNA എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്താണ് അതിൽ characters may be similar. Hence it is used as a the discovery came on the basis of DNA testing. അപ്പോൾ അതെന്താണ് നമുക്ക് DNA fingerprinting യൂസ് ചെയ്യാൻ പറ്റും.
Arrangement of nucleotides among the close relatives has many similarities. Nucleotides arrange ചെയ്യണത് എന്താണ് അത് similarity close relative ആയിട്ട് നല്ല similarity കാണിക്കും. It is helpful to find out the hereditary characters പിന്നെന്താണ് real parents നെ കണ്ടുപിടിക്കാൻ ഒക്കെ സഹായിക്കും. Missing due to natural calamities, ഇപ്പോൾ calamities വാറോ അങ്ങനെ വല്ല സംഭവിച്ചിട്ട് മിസ്സായിട്ടുണ്ടെങ്കിൽ DNA-ലൂടെ അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ത്രൂ ദ സ്കിൻ, ഹെയർ, നെയിൽ, ബ്ലഡ് ഇതൊക്കെയാണ് നമ്മൾ സാമ്പിൾസ് ആയിട്ട് എടുക്കാറ്. We have familiarized ourselves with the endless scope of genetic. അപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് തന്നെ വാസ്റ്റ് ആയിട്ടുള്ള സ്കോപ്പും ഡെവലപ്മെന്റൽ പ്രോസസ്സും ഒക്കെ ഉണ്ട് അല്ലേ. You have to collect more information regarding to this. Threat to indigenous varieties. It is criticized that genetically modified varieties cause harm to indigenous varieties. അല്ലേ, അതായത് ജനറ്റിക് എഞ്ചിനീയർഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് എന്താണ്, ചിലത് മനുഷ്യന് ഹാനികരം ഉണ്ടാക്കാം. ബ്ലോ വെപ്പൺസ് എ ന്യൂ ചാലഞ്ച്. അപ്ലിക്കേഷൻ ഓഫ് ജനറ്റിക്കലി അപ്പോൾ എന്താണ് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പാത്തോജൻസ് അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അല്ലെ എനിമീസ് അതായത് ബയോ വാർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. Genetically modification violation of rights. Certain organizations argue that genetic modification it is an instruction upon the freedom of living beings. അല്ലെ, മനുഷ്യന്റെ ജീവിതത്തിന് തന്നെ അത് നിലനിൽപ്പിന് തന്നെ ഹാനികരം ഉണ്ടാക്കാറുണ്ട്. Is it right to misuse technology that can pay by അതായത് പ്രോഗ്രസ് ഉണ്ടാക്കണ ഇത് ഉപയോഗിച്ച് തന്നെ നമ്മൾ മനുഷ്യന് ഹാനികരമായ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ പിന്നെ അതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല അല്ലെ. Science and technology are the products of man's reasoning utility and challenges faced by human beings. So in this chapter we had learned about the genetic engineering, DNA printing, DNA ligase, then joining of DNA, then hereditary character can be recognized through DNA fingerprinting and everything that comes under this genetic engineering chapter. So if you are interested, please do like, share and subscribe my channel. Okay, thank you.